ഗ്രാമത്തിന്റെ അറ്റത്ത് ചില്ലുകെട്ടിയ കുടിലിന്റെ മുന്നിൽ കുട്ടികളെ പോലെ ചിരിച്ചും പാടിയും ജീവിച്ചിരുന്ന ഒരു വൃദ്ധനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും സന്തോഷം തെളിഞ്ഞു നിന്നിരുന്നു. ആഹ്ലാദത്തോടെ ജീവിതം ആഘോഷിച്ച ആ വൃദ്ധനെക്കുറിച്ചുള്ള വാർത്ത പതിയെ രാജകൊട്ടാരത്തിലേക്കും എത്തി. ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാൾ ഗ്രാമത്തിലുണ്ടെന്നോ എന്ന അത്ഭുതത്തോടെ രാജാവ് തന്റെ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ വൃദ്ധനെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഭയമോ സംശയമോ ഇല്ലാതെ തന്റെ പഴയ വേഷത്തിൽ തന്നെയാണ് വൃദ്ധൻ കൊട്ടാരത്തിലേക്ക് വന്നത്. സ്വർണ്ണ സിംഹാസനത്തിലിരുന്ന രാജാവ് സ്നേഹത്തോടെ ചോദിച്ചു, നിന്റെ സന്തോഷത്തിന്റെ രഹസ്യം എന്താണ്? അപ്പോൾ വൃദ്ധൻ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, രാജാവേ, ഉറങ്ങുന്നതിനു മുമ്പ് ഞാൻ എന്റെ ദുഃഖങ്ങൾ പാടി അകറ്റുന്നു. ഉദാഹരണത്തിന്, ഒരു ദിവസം എന്റെ മുതലാളി എന്നെ വഴക്കു പറഞ്ഞാൽ ഞാൻ രാത്രി ഒറ്റയ്ക്കിരുന്ന് എന്നെ വഴക്കു പറഞ്ഞു എന്ന് ഉറക്കെ പാടും. അങ്ങനെ പാടുമ്പോൾ എന്റെ മനസ്സിലിരുന്ന ദുഃഖങ്ങൾ പതിയെ ഒഴുകിപ്പോകും. ശേഷിക്കുന്നതെല്ലാം നിശബ്ദമായ സന്തോഷം മാത്രമാകും. ദുഃഖത്തെ കഴുകിക്കളയുന്ന ആ ലളിതമായ വിദ്യ കേട്ട് രാജാവ് അതീവ സന്തോഷവാനായി. ധനവും മഹത്വവും ഉണ്ടായിട്ടും സ്വന്തമായി കണ്ടെത്താനാകാത്ത സമാധാനം ഒരു ഗ്രാമവൃദ്ധനിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത്. ഈ കഥ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുക.